നമസ്കാരം. അധികൃതർ ഒന്നും മെനക്കെട്ടിറങ്ങിയാൽ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായി കാണും ഇപ്പോൾ എല്ലാവർക്കും. എല്ലാ പ്രേക്ഷകരും എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് MVDയിലേക്ക് തന്നെയാണ്. ഒരൊറ്റ രാത്രി MVDയും പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ കുരുക്കിലായത് നിരവധി പേരാണെന്ന് പറയാം. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 7 മുതൽ ബുധനാഴ്ച പുലർച്ചെ 3 വരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി നിരത്തിൽ ഇറങ്ങി നടത്തിയ രാത്രികാല പരിശോധനയിൽ ഏറെക്കുറെ 788 വാഹനങ്ങളെയാണ് നിയമം ലംഘിച്ചതായി തന്നെ കണ്ടെത്തിയത്. ഇവയുടെ ഡ്രൈവർമാരിൽ നിന്നും 19,33,700 രൂപയാണ് ഈ ഒരൊറ്റ രാത്രിയിൽ പിഴ ചുമത്തിയത്. നാട്ടിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളുടെ സാഹചര്യം കണക്കിലെടുത്താവാം അധികൃതർ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് വന്നത് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും പറയുന്നു. നിലവിൽ കോഴിക്കോട് നഗരത്തിലും നന്മണ്ട, കൊടുവള്ളി, ഫറോക്ക് RTO ഓഫീസുകളുടെ പരിധിയിലുമായാണ് പരിശോധന നടത്തിയത്. ഇവിടങ്ങളിൽ നിന്ന് മാത്രമാണ് ഇത്രയും നിയമലംഘനങ്ങൾ പിടികൂടിയതെന്നുമാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ചൊവ്വാഴ്ച വെള്ളയിലിൽ ബീച്ച് റോഡിൽ റീൽസ് വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് കാറടിച്ചു മരിച്ചതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ PA നസീറിന്റെയും എൻഫോഴ്സ്മെന്റ് RT ഓഫീസർ CS സന്തോഷ് കുമാറിന്റെയും ട്രാഫിക് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് ബാബുവിന്റെയും നേതൃത്വത്തിലാണ് ഈ പരിശോധന നടന്നത്. ഇപ്പോൾ നാട്ടിലെങ്ങും അപകടങ്ങളും രക്തച്ചൊരിച്ചിലുമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും ഒരു വ്യക്തതയുമില്ല. രാത്രി ഉറങ്ങി എഴുന്നേൽക്കുന്നത് നാടി നടുക്ക് തന്നെ അപകട വാർത്ത കേട്ടിട്ടുണ്ടാവാം. പലപ്പോഴും നമ്മുടെ അശ്രദ്ധ അല്ലെങ്കിൽ നേരത്തെ തന്നെ എത്താനുള്ള അമിത വേഗത, വാഹനങ്ങളിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ തീർക്കാത്തതിനാൽ സംഭവിക്കുന്ന മെക്കാനിക്കൽ പ്രശ്നങ്ങൾ എന്നിങ്ങനെ പറയാൻ തുടങ്ങിയാൽ കാരണങ്ങൾ മാല പോലെ നീളുമെന്ന് തന്നെ പറയണം. പലപ്പോഴും നിരത്തുകളിൽ ഭീതി സൃഷ്ടിക്കാതിരിക്കാൻ നേരത്തിലുള്ള പോലീസ് ചെക്കിംഗ് MVDയുടെ പരിശോധനകളും കാര്യമായി നടത്തിയിരുന്നില്ല. AI ക്യാമറകളിൽ പെടുന്ന നിയമലംഘനങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ കുറെ കാലമായി കാര്യമായി ശ്രദ്ധിച്ചു പോയിരുന്നത്. എന്നാൽ AI ക്യാമറകൾക്കും പിടികൂടാൻ പറ്റാത്ത ഒട്ടനവധി നിയമലംഘനങ്ങളുണ്ട്. MVDയും പോലീസും ചേർന്ന് നടത്തി ഈ കഴിഞ്ഞ റോഡ് പരിശോധനയിൽ പിഴ ചുമത്തപ്പെട്ടവരുടെ പട്ടികയിൽ നിന്നും ഇത് വ്യക്തമാണ് എന്ന് പറയാം. ഇതിൽ ഹബിയും ഉപയോഗിച്ചതിനാൽ തന്നെ 172 പേരെയും വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയതിന് 46 പേരെയും അധികൃതർ കണ്ടെത്തി അവർക്ക് പിഴകൾ ചുമത്തിയിട്ടുണ്ട്. അതുകൂടാതെ അമിതഭാരം കയറ്റിയതിന് 7 പേർ, ഫിറ്റ്നസ് ടാക്സും പെർമിറ്റും ഇല്ലാതെ 26 പേർ, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് 3 പേർ, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് 39 പേർ, മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഒരാളും മറ്റു പലതരത്തിലുള്ള ലംഘനങ്ങളിലായി 486 പേർ എന്നിങ്ങനെ ചെക്കിങ്ങിൽ പിടിയിലായി. കോഴിക്കോടും പരിസരങ്ങളും മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു മിന്നൽ പരിശോധനയിൽ ഇത്രമാത്രം നിയമലംഘനങ്ങൾ പിടിക്കാൻ സാധിച്ചുവെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോഴും ആകെ മൊത്തം എന്തുമാത്രം നിയമലംഘനങ്ങളാണ് അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ. അധികൃതരെ ഭയപ്പെടുന്നതും ഫൈനും മറ്റും ശിക്ഷകളിൽ നിന്നും രക്ഷ നേടുന്നതും മാത്രം നിയമം പാലിക്കുന്നതിന് പകരം അത് നമ്മുടെയും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്കാണ് എന്ന് നാം സ്വയം കരുതി അവ പാലിക്കാൻ തയ്യാറാവണമെന്നാണ് പറയുന്നത്.